ഇന്നത്തെ ചർച്ചയിൽ നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ ശാന്തിവിള ദിനേശാണ്. സിനിമാ രംഗത്തെ നമസ്കാരം. സിനിമാ രംഗത്തെ ചില ആനുകാലിക വിഷയങ്ങൾ നമുക്ക് സാറിനോട് ചോദിക്കാം. ഒന്ന്, നമ്മളിപ്പോൾ ബാലചന്ദ്ര മേനോനുമായിട്ട് ബന്ധപ്പെട്ട ഒരു പ്രസ്താവന വന്നത്, അദ്ദേഹത്തിൻ്റെ സമാന്തരം എന്ന് പറയുന്ന സിനിമയ്ക്ക് അവാർഡ് നിഷേധിച്ചതിനെ പറ്റിയിട്ട് 3 അവാർഡ് കിട്ടേണ്ടതായിരുന്നു, 1 അവാർഡേ കിട്ടിയുള്ളൂ എന്ന് അദ്ദേഹം ഒരു പരിഭവം വളരെ കാലത്തിന് ശേഷം പറഞ്ഞതായിട്ട് കണ്ടു. മേനോൻ പറഞ്ഞു. ബാലചന്ദ്ര മേനോൻ ഇന്നലത്തെ പ്രസ്താവനയായിരുന്നു. ഇവിടെ സംസ്ഥാന അവാർഡ്, ദേശീയ അവാർഡ്. നമ്മൾ മേനോൻ ചേട്ടനെ ഉപദേശിക്കാനൊന്നും ഞാൻ ആളല്ല, എങ്കിലും ഞാൻ പറയുന്നു, നമുക്ക് ആദ്യമേ തന്നെ അറിയാമല്ലോ ഇതിൻ്റെ ജൂറി ആരാണെന്ന്. അതെ, ഈ ജൂറി ആരാണ് എന്നറിഞ്ഞാൽ, അയ്യോ ഇയാൾ ഉള്ള ജൂറിയിൽ എൻ്റെ പടം വെച്ചാൽ എൻ്റെ ന്യായമായ അർഹതപ്പെട്ട ഒന്നും കിട്ടില്ല എന്ന് തോന്നുകയാണെങ്കിൽ ആ മത്സരത്തിന് അയക്കാതിരിക്കുന്നതാണ് നല്ലത്. അയച്ചിട്ട് കിട്ടാതെ പോകുമ്പോൾ ഒരു അവാർഡ് കിട്ടിയുള്ളൂ, 2 കൂടെ കിട്ടേണ്ടതായിരുന്നു എന്നുള്ളത്. എങ്കിൽ മേനോൻ ചേട്ടൻ തന്നെ ജൂറി ചെയർമാൻ ആവുന്നതായിരിക്കും നല്ലതായിരിക്കും. എന്നിട്ട് പുള്ളിയുടെ പടത്തിന് പുള്ളി അവാർഡ് പറയുന്ന അങ്ങനെ പറയാത്ത ഒരാളാണ് പുള്ളി. പക്ഷേ ഇതെന്താണ് ഇങ്ങനെ പറഞ്ഞതെന്ന് എനിക്കറിയില്ല. സമാന്തരങ്ങൾ നല്ല സബ്ജക്റ്റൊക്കെയാണ്, പക്ഷേ അതിൻ്റെ സാമ്പത്തിക പ്രശ്നമാണോ എന്താണെന്നുള്ളത്. അതിൻ്റെ മേക്കപ്പ് അടക്കം ഒരുപാട് അമച്ചറിഷായ ഒരു പടമാണ്. കുറേ സ്ഥലങ്ങളിൽ മേനോൻ ചേട്ടൻ്റെ മുഖം കണ്ട പച്ച കളറിലൊക്കെയാണ് ഇരിക്കുന്നത്. പിന്നെ ഒരു എന്താ പറയുക, എക്സ്ട്രാ ഓർഡിനറി ആയ ഈ പടത്തിന് ഉറപ്പായിട്ടും അവാർഡ് കിട്ടണമെന്ന് പറയാവുന്ന അത്രയും മഹത്തരമായ സിനിമയൊന്നുമല്ല. അവാർഡിന് വേണ്ടി സൃഷ്ടിച്ച ഒരു സിനിമയൊന്നും. അതെ, അങ്ങനെ ഒന്നാമത് അങ്ങനെ സൃഷ്ടിക്കാൻ പറ്റില്ല. അടൂർ ഗോപാലകൃഷ്ണന് പോലും ഇത് എല്ലാ അവാർഡും എനിക്ക് കിട്ടണം, അതിനുള്ള അർഹതപ്പെട്ട ഒരു പടമാണ് ഞാൻ എടുക്കുന്നതെന്ന് പറയാൻ ഒരു എലിപ്പത്തായം മാത്രമേ ഉള്ളൂ. അതെ, ബാക്കിയൊന്നും. അല്ലെങ്കിൽ വേണമെങ്കിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിമർശിച്ച മുഖാമുഖം എന്ന് പറഞ്ഞ പടം കൂടെ പറയാം. സ്വയംവരത്തിനെയും കൂട്ടാം. ഈ 3 പടങ്ങൾ കഴിഞ്ഞാൽ എൻ്റെ ഈ പടത്തിന് എല്ലാ അവാർഡും എനിക്ക് കിട്ടേണ്ടതാണെന്ന് പറയാൻ അടൂർ സാറിന് പോലും കഴിയില്ല. ആ സ്ഥലത്ത് നമ്മളൊരു പടം അയച്ചിട്ട്, ഒന്നാമത് ഇന്ത്യയിലെ മുഴുവൻ പടങ്ങൾ വരുന്നതാണ്. അപ്പോൾ ഇന്ത്യയിലെ എല്ലാ ഭാഷയിലെയും പടങ്ങൾ വരുന്ന മത്സരത്തിൽ എൻ്റെ പടത്തിന് 3 അവാർഡ് എനിക്ക് കിട്ടേണ്ടതാണെന്നൊക്കെ പറയുക എന്ന് പറഞ്ഞാൽ മേനോൻ ചേട്ടനെ പോലെ ഒരു പത്രപ്രവർത്തകൻ പറയാൻ പാടില്ലാത്ത എന്ത് ചോയ്സിലാണ് അദ്ദേഹം പറഞ്ഞതെന്ന് എനിക്കറിയില്ല. ഞാനത് കണ്ടില്ല. ഞാൻ ഇന്നലെ അദ്ദേഹത്തിൻ്റെ സിനിമയിലേക്ക് എത്തിയിട്ട് 50 വർഷമായതിൻ്റെ ആഘോഷ ചടങ്ങിൽ പങ്കെടുത്ത ആളാണ്. പകുതിയായപ്പോൾ മടങ്ങാൻ നേരത്ത് ഞാൻ അകത്ത് ചെന്ന് ഗ്രീൻ റൂമിൽ ചെന്ന് മേനോൻ ചേട്ടൻ ഷേക്ക് ഹാൻഡ് കൊടുത്തിട്ട് പോകുന്ന ആളുമാണ്. പക്ഷേ നമ്മളൊരു ജൂറിയെ വിശ്വസിച്ച് അയച്ചാൽ പിന്നെ അതിനെപ്പറ്റി പറയാതിരിക്കുന്നതാണ് ഭംഗി. അല്ലെങ്കിൽ നമ്മൾ അയക്കരുത്. ഇപ്പോൾ തിരുവനന്തപുരത്ത്, കേരളത്തിൽ നിന്ന് തന്നെ നാഷണൽ അവാർഡ് കിട്ടാൻ വേണ്ടി അതിൻ്റെ ജൂറിയായിട്ട് ചില സിനിമാക്കാർ പോയാൽ അപ്പോൾ തന്നെ മലയാളിക്ക് മനസ്സിലാവും, സിനിമാക്കാർക്ക് മനസ്സിലാവും, ഇവ മലയാളത്തിന് ഒരു പുല്ല് അവാർഡും തരില്ല, എങ്ങനെ കൊടുക്കാതിരിക്കാം എന്ന് നോക്കും. കാരണം ഞാനും എന്നെപ്പോലെ 2 പേരും മാത്രം വായിച്ചാൽ മതി എന്ന് വിശ്വസിക്കുന്ന, ഇങ്ങനെ പറയുമ്പോൾ പെട്ടെന്ന് കയറി വളരെ സീനിയറായ അടൂരോ അതുപോലുള്ള ആളുകളാണോന്ന് വിചാരിക്കേണ്ട. യുവതലമുറയിൽപ്പെട്ട 2-3 വേന്ദ്രന്മാരുണ്ട്. ഇവൻ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്ന് ഫ്ലൈറ്റ് കയറുമ്പോൾ അറിയാം ഇത്തവണ മലയാളത്തിന് ഒരു പുല്ലും കിട്ടില്ല, ആകെപ്പാട് കിട്ടാവുന്ന പ്രാദേശിക അവാർഡ് മാത്രം. ഈ സിനിമാ പ്രവർത്തകർ തന്നെ ജൂറി ആയിട്ടിരിക്കുമ്പോഴത്തേക്ക് ജൂറി എന്നുള്ളൊരു വാക്കിൻ്റെ ഒരു സാങ്ക്ടിറ്റി അവിടെ ഉണ്ടാവും. അവർക്ക് നിഷ്പക്ഷമായിട്ട് ഇടപെടാൻ സാധിക്കും. പിന്നെന്ത്, നിഷ്പക്ഷമായി ഇടപെടുന്ന ഒരുപാട് പേരുണ്ടല്ലോ. ഇപ്പം തന്നെ സംസ്ഥാന അവാർഡ്, ഈ വർഷത്തെ അവാർഡ് പ്രഖ്യാപിച്ച പ്രകാശ് രാജിൻ്റെ ആ ജൂറി കുറ്റമറ്റതായിരുന്നു. അങ്ങനെയുള്ള ഒരുപാട് പേരുണ്ട്. ബാലചിത്രത്തിന് അവാർഡ് കൊടുത്തില്ല അല്ല, അത് തെറ്റാണ്. കാരണം ജൂറിയുടെ മുന്നിൽ വരുന്നതേ കഴിഞ്ഞ 50 വർഷത്തിനിടയിലുള്ള ഏറ്റവും നല്ല സിനിമ കണ്ടെത്താനല്ല, ഈ വർഷം വന്ന സിനിമകളിൽ ഭേദപ്പെട്ടത് അത് കണ്ടെത്താനാണ്. അതിനെ ഇവർ അളവുകോല് വെച്ചിട്ട് കുട്ടികളുടെ 6 സിനിമ വന്നിട്ട് അതിനെ പ്രാദേശിക കമ്മിറ്റി തന്നെ അതിലെ 3 തള്ളിക്കളയുക, അടുത്ത 3 പ്രധാന ജൂറി കാണുമ്പോൾ അത് കുട്ടികൾക്കുള്ള സിനിമയല്ല എന്ന് അവർക്ക് തോന്നുക. അവരെങ്ങനെ അതൊക്കെ തീരുമാനിക്കുന്നത്? മുന്നിൽ വന്ന 3 സിനിമകളിൽ ഏറ്റവും നല്ലത് ഏത്, അതിന് അവാർഡ് കൊടുക്കണം, അത്രയേ ഉള്ളൂ. പ്രകാശ് രാജിന് ഒരു കൃത്യമായ രാഷ്ട്രീയമുള്ള ഒരാളാണ്. അതും ഈ കുട്ടികളുടെ സിനിമയായിട്ട് യാതൊരു ബന്ധവുമില്ല, ഒരു ബന്ധവുമില്ല. കാരണം എങ്കിൽ ആ ജൂറിയിലുള്ള ജൂറി മെമ്പർ, ചെയർമാൻ ഒന്നാമത് റോള് കുറവാണ്, കാസ്റ്റിംഗ് ഔട്ട് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 7 അംഗ ജൂറിയിൽ കൃത്യമായി 3 പേര് ഒരു പടത്തിന് വേണ്ടി പറയുന്നു വെച്ചോളൂ. ഒരാൾ 3 പറയുന്നു, ഒരാൾ 3 പറയുന്നു. ഇന്ന് വരുമ്പോൾ ഈ 3-ൽ ഏതിനൊന്നിന് കാസ്റ്റിംഗ് ഔട്ട് ഞാൻ ചെയ്യണമെന്ന് മാത്രമേ തീരുമാനം. അപ്പോൾ അതുകൊണ്ട് പ്രകാശ് രാജിന് ഒരു രാഷ്ട്രീയ കാഴ്ചപ്പാടറി ഞാൻ കേട്ടെ. കേരളത്തിൽ എന്നെ വെച്ചോളൂ, കേരളത്തിൽ സിനിമ അവാർഡ് ജൂറിയിൽ വന്നതിൽ ആർക്കാ രാഷ്ട്രീയമില്ലാത്ത? ഈ രാഷ്ട്രീയമില്ല എന്ന് പറയുന്നവനാണ് സൂക്ഷിക്കുക. കാരണം അവനാണ് കൃത്യമായ രാഷ്ട്രീയമുള്ള. അപ്പോൾ രാഷ്ട്രീയമില്ലാത്തവൻ കേരളത്തിൽ ഉണ്ടോ? എല്ലാവർക്കും രാഷ്ട്രീയമുണ്ട്. ഇപ്പോൾ ഫാൽക്കെ അവാർഡ് കിട്ടിയത് 10 ലക്ഷം രൂപയാണ് ശ്രീ മോഹൻലാൽ. അദ്ദേഹത്തെ സ്വീകരണത്തിന് വേണ്ടിയിട്ട് ഏകദേശം 3 കോടിയോളം രൂപ സർക്കാർ ചിലവാക്കിയെന്നാണ് പറയുന്നത്.
അത് ഇങ്ങനെയുള്ള ഇവരുടെ രാഷ്ട്രീയമായിട്ട് മുതലെടുക്കാൻ വേണ്ടിയിട്ടാണോ ഇത്രയും രൂപ ചിലവാക്കി? അതാ കലയോടുള്ള അല്ല, അതുകൊണ്ട് മോഹൻലാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനാണ്. അല്ല, രാഷ്ട്രീയം കൊണ്ടാണോ അതോ ഈ കലയോടുള്ള ആദരം കൊണ്ടാണോ? ഇപ്പോൾ മെനിങ്ങാന്നേറ്റ് ഇന്ത്യൻ പ്രധാനമന്ത്രി പൂജാരിമാർ ചെയ്യേണ്ട ഒരു പണി ചെയ്തു. അതെ, രാമക്ഷേത്രം. അതെ അതെ. എത്ര കോടിയാണ് മുടക്കിയേ? അതെ, 800 കോടിയേറ്റോ. അതെ. അത് രാഷ്ട്രീയമാണോ ഭക്തിയാണോ? അത് രാഷ്ട്രീയം തന്നെയാണ്. അതിപ്പോൾ അങ്ങനെ കാണും. അല്ലാതെ ഇതിപ്പോൾ സംസ്ഥാന അവാർഡ് എന്താ പറയുക, അടൂരിന് ശേഷം ഫാൽക്കെ അവാർഡ് കിട്ടുന്ന മലയാളി, അതും ഒരു നടന് കിട്ടുന്നത് ആദ്യം, മലയാളത്തിൽ ആദ്യമായിട്ടൊരു നടന് ഫാൽക്കെ അവാർഡ് കിട്ടുകയാണ്. അയാളെ നന്നായിട്ട് സ്വീകരിച്ചു എന്നുള്ളതിനപ്പുറം ചിലപ്പോൾ ആ പാർട്ടിക്ക് അതിൻ്റെതായ കാഴ്ചപ്പാട് കാണും. കാരണം ഒരു ഗുമ്മുണ്ടാക്കണം എന്ന് തോന്നിക്കാണാം, അതിനെ തെറ്റെന്ന് പറയാം. അതേപോലെ മമ്മൂട്ടിക്കും അതേ ഒരു സ്വീകരണം, അതേ ലെവലിലൊരു സ്വീകരണമായിരുന്നു കഴിഞ്ഞ ദിവസം കൊടുത്തിരുന്നത്. അദ്ദേഹം ചികിത്സ കഴിഞ്ഞ് തിരിച്ചെത്തി പുതിയ സിനിമയിൽ അഭിനയിച്ചു എന്ന് പറഞ്ഞിട്ട് പുതുതായിട്ട് ആര് കൊടുത്തു സ്വീകരണം? സംസ്ഥാനം കൊടുത്തായിരുന്നു ഒരു സ്വീകരണം. തിരുവനന്തപുരത്ത് ഇല്ല ഇല്ല കൊടുത്തില്ല. മമ്മൂട്ടി അതില്ല പങ്കെടുത്തേ? ഇല്ല, ഒരു ചടങ്ങ് സംഘടിപ്പിച്ചതായിട്ട് മമ്മൂട്ടിക്ക് സംഘടിപ്പിച്ചിട്ടില്ല. മമ്മൂട്ടി പങ്കെടുത്തൊരു ചടങ്ങുണ്ടായിരുന്നു. അത് ഏതെന്നറിയോ? ദരിദ്രരല്ല അതിദരിദ്രരില്ലാത്ത കേരളത്തിലെ നവംബർ 1 പ്രഖ്യാപിച്ചപ്പോൾ കമലഹാസനും മമ്മൂട്ടിയും മോഹൻലാലും പങ്കെടുക്കുമെന്ന് പറഞ്ഞു. പക്ഷേ മറ്റൊരു 2 അസൗകര്യം അറിയിച്ചു. ഇവിടെ ഇല്ലായിരുന്നു, ഇന്ത്യയിലില്ലായിരുന്നു. അപ്പോൾ ആ വന്ന മമ്മൂട്ടിക്ക് അവിടെ വെച്ചൊരു മൊമെൻറ്റോ കൊടുത്തു എന്നുള്ളതിനപ്പുറം മമ്മൂട്ടിക്ക് വേണ്ടി സംസ്ഥാന സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഈ പ്രോഗ്രാമിന് വേണ്ടിയിട്ട് അതിന് വന്നപ്പോൾ അതിഥി എന്നുള്ള നിലയ്ക്ക് അയാൾക്കൊരു ഷീൽഡ് കൊടുത്തു, അത്ര. ഈ ദേശീയ അവാർഡുകളിൽ അല്ലെങ്കിൽ സംസ്ഥാന അവാർഡുകളിൽ വ്യക്തിപരമായിട്ടുള്ള താല്പര്യങ്ങൾ, സാമ്പത്തിക താല്പര്യങ്ങൾ വരെ ഉള്ളതായിട്ട് സാമ്പത്തിക താല്പര്യമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല, വ്യക്തിപരമായ താല്പര്യം ഉണ്ടാവും. കാരണം ഞാനിപ്പോൾ ജൂറിക്ക് പോയാലേ, ഞാൻ മുമ്പൊരിക്കൽ പറഞ്ഞതാണ്, ഇന്ദ്രൻസിന് സംസ്ഥാന അവാർഡ്, മികച്ച നടൻ്റെ അവാർഡ് കിട്ടിയ ഹോം എന്നുള്ള പടത്തിൽ അഭിനയിച്ചതിന് കിട്ടിയ ആ വർഷത്തെ ജൂറിയിൽ ഞാനുണ്ടായിരുന്നെങ്കിൽ, ഇന്ദ്രൻ്റെ അടുത്ത സുഹൃത്താണ്, എന്നെ മുതലാളി എന്ന് സ്നേഹത്തോടെ വിളിക്കുന്ന ആളാണ്. എന്തിനാണ് അങ്ങനെ മുതലാളി എന്ന് വിളിക്കുന്നതെന്ന് പോലും എനിക്കറിയില്ല. പക്ഷേ ഞാൻ ആ ജൂറിയിലുണ്ടെങ്കിൽ ഞാൻ ഫഹദ് ഫാസിലിനെ കൊടുക്കും. കാരണം അയാളൊരു പെന്തക്കോസ് മറ്റേ പ്രാസംഗികനായിട്ടെ അയാളൊരു പടം ചെയ്തു. പടത്തിൻ്റെ പേര് പെട്ടെന്ന് മറന്നുപോയി. ആ പടം കണ്ടാൽ ഇയാൾ കഴിഞ്ഞ 50 വർഷമായിട്ട് പെന്തക്കോസ് സഭയുടെ മതപ്രഭാഷകനാണെന്ന് തോന്നും. അപ്പോൾ അങ്ങനെയുള്ള അത് എന്താ പറയുക, ട്രാൻസ് എന്നാണ് ആ പടത്തിൻ്റെ പേര്. ആ പടത്തിൽ ഫഹദ് ഫാസിൽ ചെയ്തിരിക്കുന്നത് മലയാള സിനിമയിലെ ഇപ്പോൾ പ്രസൻസിലുള്ള ഒരു നടനും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഫഹദിനെ ഞാൻ കൊടുക്കും. അത് നമ്മൾ ജൂറിയായിട്ട് പോകുന്ന മനുഷ്യരല്ലേ, അവരവരുടെ ടേസ്റ്റുകൾ പ്രതിഫലിക്കും. അതുപോലെ തന്നെ ഞാനൊരു ജൂറിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് താല്പര്യമുള്ള ചിലർ കാണും. അവർ ചെയ്ത ഭേദപ്പെട്ടൊരു പടമുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും പറയും, അയാൾക്ക് ആ പടത്തിൽ അയാൾ നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ, മേക്കപ്പ് മാൻ നന്നായിട്ടുണ്ട്, കോസ്റ്റ്യൂമർ നന്നായിട്ടുണ്ട്. അപ്പോൾ ഭൂരിപക്ഷം പേര് എന്നാ കൊടുക്കും, അയാൾ കൊടുക്കും എന്ന് പറഞ്ഞാൽ ഓക്കെ. കൊടുക്കാത്തവരുമുണ്ട്, ശ്രമിച്ചിട്ട് കിട്ടാത്തവരുണ്ട്. ഇപ്പോൾ നസീർ സാർ ജൂറി മെമ്പറായിരുന്നു ദേശീയ അവാർഡിൽ. അതിൽ ശിവാജി ഗണേശനോടൊപ്പം കല്ലറ സരസമ്മയുടെ, ഇപ്പോൾ മെരിങ്ങാന്ന് മരിച്ച സരസമ്മയുടെ മകൾ രാധ മനോഹരമായി ചെയ്ത പടമാണ്. ആ പടത്തിൽ അഭിനയത്തിന് രാധയ്ക്ക് അവാർഡ് വാങ്ങിക്കൊടുക്കണമെന്ന് നസീർ സാറിന് ഭയങ്കര ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ നടന്നില്ല. അപ്പോൾ മനസ്സിലാക്കേണ്ടത്, നസീർ സാറിനെ കൊണ്ട് കഴിഞ്ഞില്ല. അദ്ദേഹം മദ്രാസ് എത്തിയുടെ ആദ്യ സരസമ്മയോട് കണ്ട് മാപ്പ് പറഞ്ഞു. അതാണ് എന്നെക്കൊണ്ട് മാത്രം കഴിയുന്ന കാര്യമല്ല. അതുകൊണ്ടാണ് രാധയ്ക്ക് കിട്ടാത്ത, അല്ലെങ്കിൽ മുതൽ മര്യാദ എന്ന് പറഞ്ഞാൽ ശിവാജി ഗണേശൻ്റെ പടത്തിലെ രാധയുടെ പെർഫോമൻസിന് ഇന്ത്യയിൽ മികച്ച നടിയുടെ അവാർഡ് കിട്ടേണ്ടതാണ്. ഇപ്പോൾ തിലകൻ ചേട്ടൻ്റെ പോയില്ലേ, അതുപോലെ അമിതാഭ് ബച്ചന് രാഷ്ട്രീയ അവാർഡ് കൊടുക്കാനായിട്ട് മാറ്റിക്കളഞ്ഞു. അല്ലെങ്കിൽ തിലകൻ ചേട്ടൻ പെരുന്തച്ചനിൽ മികച്ച നടനാവേണ്ടതാണ്. അപ്പോൾ ഇത് വ്യക്തികളാണ് ഈ ജൂറിയിൽ വരുന്നത്. 7 ആയാലും 11 ആയാലും വരുന്നത് മനുഷ്യരാണ്. അവരുടെ താല്പര്യങ്ങളും കൂടെ അതിൽ വരും. പക്ഷേ അതിൽ കർക്കശമായ നിലപാടെടുക്കുകയും നമ്മളെ ജൂറിയെ ഇനി ആരും നാളെ കുറ്റം പറയരുത് എന്ന് പറയണ്ടേ. ഇവിടെ മനോഹരമായ സിനിമകൾ, കടൽപ്പാലം പോലുള്ള മനോഹരമായ സിനിമകളുള്ളപ്പോഴാണ് 1969 സംസ്ഥാന അവാർഡ് കൊടുക്കാൻ തീരുമാനിക്കുന്നത്. ഏറ്റവും മികച്ച ചിത്രം പി സുബ്രഹ്മണ്യത്തിൻ്റെ കുമാരസംഭവമായിരുന്നു. ആ ജൂറിയെ നോക്കിയാലുണ്ടല്ലോ, വലിയ ജൂറിയായിരുന്നു. CN പരമേശ്വരൻ പിള്ള അടക്കം, കാമ്പശ്ശേരി കരുണാകരനടക്കം, കെ ബാലകൃഷ്ണനടക്കം, വമ്പന്മാർ, മലയാള മനോരമയിലെ KM മാത്യുവിൻ്റെ ഭാര്യ അടക്കം ഉള്ള ആ ജൂറി കടൽപ്പാലം പോലുള്ള നല്ല സിനിമകൾ മത്സരത്തിനുണ്ടായിരുന്നിട്ട് പോലും കൊടുക്കാതെ കുമാരസംഭവം കേരളത്തിലെ മികച്ച സിനിമയായ നാടാണ്. ഭക്തിയൊന്നുമല്ല, ഭക്തി പടം വന്നാൽ എന്താ കുഴപ്പം? അതല്ല, ഒരു ബാലെ പോലത്തെ സാധനം. അതിനെടുത്ത് മികച്ച ചിത്രമാക്കിയ ആദ്യത്തെ അവാർഡ് 1969 ആദ്യത്തെ അവാർഡ് അങ്ങനെ പ്രഖ്യാപിച്ച നാടാണ്. അത് ഇന്നും തുടരുമെന്ന് വിചാരിച്ചാൽ അവാർഡുകളിൽ
വലിയ കാമ്പൊന്നും ഇല്ല എന്നാണ് നമ്മൾ പറഞ്ഞത്. എന്ന് ഞാൻ പറയില്ല. അവാർഡുകളോ കിട്ടിയോണ്ട് മാത്രം ഒരു ചിത്രം നല്ലതാണെന്ന് നമുക്ക് ആ പറയാൻ അഭിപ്രായമില്ല. അഭിപ്രായമില്ല. നല്ല സിനിമ അവാർഡ് കിട്ടണമെന്നില്ല, അവാർഡ് കിട്ടിയതുകൊണ്ട് ആ സിനിമ നല്ലതാവണമെന്നില്ല. സിനിമയായിരിക്കണം. അത് ബാലേന്ദ്രനെ പോലെ മലയാള സിനിമയിൽ അടയാളപ്പെടുത്തിയ ഒരു നടൻ അദ്ദേഹത്തിൻ്റെ ലൈഫിൻ്റെ അവസാനത്തെ ഘട്ടത്തിൽ ഇങ്ങനെ ഒരു പരാമർശം നടത്തിയത് എല്ലാവർക്കും വേദന ഉണ്ടാക്കിയെന്നുള്ളത് അതെനിക്കറിയില്ല. പക്ഷേ പറയരുതായിരുന്നു എന്ന് ഞാൻ പറയാം. കാരണം നാഷണൽ അവാർഡിൽ ഞാൻ 3 എനിക്ക് കിട്ടേണ്ടതാണെന്ന് പറഞ്ഞാൽ പിന്നെ ജൂറി ആവശ്യമില്ലല്ലോ. അത് പുള്ളി തന്നെ പ്രഖ്യാപിച്ചാൽ പോരെ. അത് അദ്ദേഹം മേനോൻ ചേട്ടൻ എന്നല്ല, ആരായാലും അങ്ങനെ പറയുന്നത് ശരിയല്ല. നമ്മളൊരു മത്സരത്തിന് അയച്ചു കഴിഞ്ഞാൽ ആ ജൂറിയെ അംഗീകരിക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ അയക്കരുത്. ഞാൻ അയക്കില്ല. അങ്ങനെയാണ് ചെയ്യേണ്ടത്. പല ഇന്ത്യയിൽ അവാർഡ് കിട്ടാത്ത പല സിനിമയ്ക്കും വേൾഡ് കാൻ ഫെസ്റ്റിവലിലൊക്കെ അവാർഡ് കിട്ടിയ പിന്നെ അല്ല, ഇവിടെ കേരളത്തിൽ എന്താ പറയുക, ഒരു കുഞ്ഞ് അവാർഡ് ആകെ മങ്കട രവിവർമ്മയ്ക്ക് ക്യാമറയ്ക്ക് മാത്രമാണ് കിട്ടിയെന്നാണ്. ബാക്കി സ്വയംവരത്തിനൊന്നും കിട്ടിയില്ല. സ്വയംവരം പോയി ഡൽഹി ചെന്നേ 4 അവാർഡ് വന്നു. ഈ അവാർഡ് പറയാൻ വേണ്ടിയിട്ട് കേരളത്തിൽ ഈ ഫിലിം നല്ല രീതിയിൽ പഠിപ്പിക്കുകയോ അല്ലെങ്കിൽ അഭിനയം നല്ല രീതിയിൽ പഠിപ്പിക്കുകയോ ചെയ്യുന്ന സ്ഥാപനങ്ങളൊന്നും വന്നിട്ടില്ല എന്നുള്ളത്. സിനിമ അവാർഡ് കൊടുക്കാനായിട്ട് പഠിപ്പിക്കുകയൊന്നും വേണ്ട. അതല്ല, ഈ നല്ല സിനിമാക്കാരെ വളർത്തിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടുകളൊന്നും കേരളത്തിൽ പ്രാധാന്യമുള്ള പാലയിലുള്ള കെ.ആർ. നാരായണ ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന് പറഞ്ഞാലേ വലിയ പ്രശ്നത്തിൽ കിടക്കുകയാണ്. ഇല്ല ആ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്തു. പിന്നെ പുതിയ ജനറൽ സെക്രട്ടറി അല്ല MDയും പുതിയ ചെയർമാനും വന്ന ശേഷം ഒരു പ്രശ്നവുമില്ല. അത് ഈ അടൂരും ശങ്കർ മോഹൻ എന്ന് പറഞ്ഞ ഡയറക്ടറും കൂടെ ഇരുന്ന് കാണിച്ച കുഴപ്പങ്ങളാണ്. ശങ്കർ മോഹനെ പ്രൊജക്റ്റ് ചെയ്യാൻ വേണ്ടി അടൂർ കാണിച്ച കുഴപ്പങ്ങൾ കൊണ്ടാണ് അത് നാണക്കേടായത്. അത് കൃത്യമായി പൊളിച്ചടുക്കിയപ്പോൾ പ്രശ്നം തീർന്നു. പണി നന്നായി മിനിസ്ത്രി നാളെ മുതൽ വരണ്ട എന്ന് പറഞ്ഞപ്പോഴേ സംഭവം ശരിയായി. ഇപ്പം കുഴപ്പമൊന്നുമില്ല, ഇപ്പം നന്നായിട്ട് നടക്കുന്നു. പിന്നെ അത് നമുക്ക് നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. പിന്നെ വേറൊരു കാര്യം നമ്മൾ പറയുന്നത്, രാഷ്ട്രീയത്തിൽ പറയുന്ന പോലെ നെപ്പോക്കിഡ്സ് എന്ന് പറയും. അതായത് രാഷ്ട്രീയക്കാരുടെ മക്കൾ രാഷ്ട്രീയക്കാരാവുന്നതിനെ പറ്റിയിട്ടുള്ളൊരു സംസാരം വരുന്നുണ്ട്. അതേസമയം നമ്മുടെ സിനിമാ രംഗത്ത് അങ്ങനെ വന്ന നെപ്പോക്കിഡ്സ് ഒക്കെ വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യുന്നതായിട്ട് കൂടെ നമ്മൾ കണ്ടിട്ടുണ്ട്. പരാജയപ്പെട്ടവരുണ്ട്. ഒരുപാടുണ്ട്. അടൂർ പകയത്തിൻ്റെ മകൻ അജയൻ, അതായത് കിലുക്കത്തിലെ ഹോട്ടൽ മാനേജർ, ആ രേവതി പോയി എല്ലാം അടിച്ചു പൊടിച്ചിട്ട് ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് പറയണേ ആ മാനേജർ. അതുപോലെ എന്താ പറയുക, അങ്ങനെ ഒരു MG സോമൻ്റെ മകൻ, അങ്ങനെ കുറേ പേര്. ആയതുകൊണ്ട് മാത്രം അവർക്ക് ശകലം നിങ്ങൾക്ക് സ്വന്തമായ മേൽവിലാസങ്ങളൊന്നും ഇല്ലാതെ സ്വന്തം ഐഡൻറ്റിറ്റി തെളിയിക്കാൻ കഴിഞ്ഞില്ല എങ്കിൽ സിനിമ ഫൈറ്റ് ചെയ്യേണ്ട ഒരു മേഖലയാണ്. അവിടെ വിജയിക്കില്ല. എത്രയോ പേര് പൊളിഞ്ഞു പോയി. എന്നാൽ ദുൽഖറിനെ പോലെ പൃഥ്വിരാജിനെ പോലെ ഒരുപാട് പേര് നന്നാവുകയും ചെയ്തു. അപ്പോൾ ഫഹദ് ഫാസിൽ അപ്പോൾ അത് പ്രശ്നമൊന്നുമില്ല. ഫഹദ് ഫാസിൽ അവൻ്റെ അച്ഛന് മാത്രമേ മനസ്സിലാവാതിരുന്നുള്ളൂ, അവൻ മിടുക്കനാണ്. ബാക്കി എല്ലാവർക്കും മനസ്സിലായി. കല്യാണി പ്രിയദർശൻ ഇത്രയും കാലം അതെ, പ്രിയന് പോലും ചിന്തിക്കാൻ പറ്റാത്ത ഇന്ത്യയിലെ നമ്പർ 1 ആയില്ലേ, വലിയ താരമല്ലേ. പക്ഷേ ഈ താര പ്രൗഢിയൊന്നും ഇല്ലാതെ നടക്കുന്ന ഒരു നടനാണ് പ്രണവ്. അയാൾ ഈ ഇപ്പോൾ അവസാനം വന്ന രാഹുൽ സദാശിവൻ്റെ പടം, അതിൻ്റെ പേര് പറയാൻ എനിക്ക് ഭയങ്കര പ്രയാസമായി. ഇന്നലെ എൻ്റെ ചാനലിൽ ഞാൻ പറഞ്ഞു, പേരിടുമ്പോഴേ പത്മരാജൻ സാർ ഇട്ടതുപോലെ, സത്യനന്ദിക്കാട് ഇടുന്നത് പോലെ, ഫാസിൽ ഇടുന്നത് പോലെ, അതെ ഡെയ്സറെ, അങ്ങനെയൊന്നും അല്ല ഇടേണ്ടത്. അതിന് മനോഹരമായ മലയാളം പേരുകളുള്ളപ്പോൾ പ്രേക്ഷകൻ ടിക്കറ്റ് എടുത്ത് സിനിമ കണ്ട് പുറത്തിറങ്ങിയാൽ ആ പേര് ഓർക്കാൻ പറ്റുന്നില്ലെങ്കിലേ എനിക്കത് ഇഷ്ടമില്ലാത്തൊരു കാര്യമാണ്. ഇപ്പം നമ്മളെന്തുകൊണ്ടാണ് നൊമ്പരത്തി പോവുക, അല്ലെങ്കിൽ മണിമത്തൂരിൽ 1000 ശിവരാത്രികൾ, അല്ലെങ്കിൽ നോക്കത്താ ദൂരത്ത് കണ്ണും നട്ട്, പ്രശ്നം ഗുരുതരം, ശേഷം കാഴ്ചയിൽ എന്നൊക്കെ പറയുമ്പോഴേ, അല്ലെങ്കിൽ സത്യേട്ടൻ്റെ എത്രയോ പടങ്ങൾ, സന്മനസ്സുള്ളവർക്ക് സമാധാനം എന്ന് പറഞ്ഞാലേ നമ്മളിപ്പം അപ്പോൾ അത് ഇപ്പം അതല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ എന്താ പറയുക, പേരുകൾ ഓർക്കുന്നത് നല്ലതായിരിക്കും. പക്ഷേ ഈ പ്രണവ് ഈ പടത്തിൽ നന്നായിട്ട് ചെയ്തു. ഇരുത്തം എന്നൊരു നടനെ പൊളിച്ച്. അതുപോലെ താരങ്ങളുടെ ഇപ്പം വിനീത് ശ്രീനിവാസൻ സ്കോർ ചെയ്തതുപോലെ ധ്യാൻ ശ്രീനിവാസന് സ്കോർ ചെയ്യാൻ കഴിഞ്ഞില്ല. പൃഥ്വിരാജ് ചെയ്തടത്ത് ഇന്ദ്രജിത്തില്ല. ഞാൻ മല്ലിക ചേച്ചിയോട് പറഞ്ഞതാണ്, ചേച്ചി സിനിമയിൽ ലോങ് പീരീഡ് നിൽക്കുന്നത് ഇന്ദ്രജിത്തായിരിക്കും. കാരണം ക്യാരക്ടർ റോളുകളിലൂടെ നിങ്ങളുടെ ഈ ഇളയ പയ്യൻ നായകനായിട്ടൊരു 5-6 പടം ചെയ്തിട്ട് അവൻ എന്താ പറയുക, ഒരു ഡാൾഡ നായകനായിട്ട് അങ്ങ് പോവും എന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടുന്ന് പൃഥ്വി അങ്ങ് ഭയങ്കരമായിട്ട് വളർന്നു, വലിയ താരമായില്ലേ. അപ്പോൾ അങ്ങനെ കുറേ പേരുണ്ട്, നമുക്ക് പറയാവുന്ന കുറേ പേരുണ്ട് നല്ല നല്ല പ്രകടനം കാഴ്ചവെക്കുന്നത്. ഒപ്പം ഇപ്പം കുതിരവട്ടം പപ്പുവിൻ്റെ മകൻ നന്നായിട്ട് ചെയ്യുന്ന അശോകൻ, മറ്റേ ഗായത്രി അല്ല എന്താ അശോകൻ, അയാളുടെ മകൻ ഹർഷി അശോകൻ്റെ മകൻ അർജുൻ, എന്തൊരു രസമായിട്ടാണ്. ഇല്ല അശോകനൊരു മകളല്ലേ ഉള്ളൂ. ഹർഷി അശോകൻ്റെ മകനാണ് ഈ അർജുൻ, നല്ല നടൻ. എന്നാൽ ഇവരുടെ ഇടയിലൂടെയല്ലേ കണ്ടാലൊരു സിനിമാ താരത്തിൻ്റെ ഒരു പകിട്ടും ഇല്ലാത്ത ബേസിലിനെ പോലെ, ടൊവിനെ പോലുള്ളവരൊക്കെ കയറി വലിയ താരമാവുന്നത്.
ഷൈൻ ടോം ആ അതൊക്കെ അങ്ങനെ 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 അങ്ങ് പോകും. എല്ലാവർക്കും ഉള്ള സ്പേസ് ഉണ്ട്, എല്ലാവർക്കും ഉള്ള സ്പേസ് ഉണ്ട്. ഉണ്ട്. ശരി, ഓക്കെ.